ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് വന്നതേ നാളികേരം അരച്ച് കുടംപുളി ഇട്ട് വെച്ച മീൻകറിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അല്ലേ. അതിന് ഞാൻ പരവാന്ന് പറഞ്ഞ ഈ മീൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ കുടംപുളി എടുത്തിട്ട് കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ അരച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതും അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 3 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം. മീൻ ഞാനിപ്പോൾ ഇടണില്ല. മീനൊന്ന് നമ്മളെ കറി ഒന്ന് തിളച്ച് വന്നിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഞാനൊന്ന് അടച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കണ്. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ച ആ മീനില്ലേ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങനെ കറി തിളച്ചതിന് ശേഷം ഇട്ടത് എന്താണെന്ന് വെച്ചാൽ മീൻ പെട്ടെന്ന് പൊട്ടിപ്പോണ മീനാണിത്. അപ്പോൾ ഇങ്ങനെ കലങ്ങിപ്പോവും നമ്മുടെ കറിയിൽ. അതുകൊണ്ടാണ് കറി തിളച്ചതിന് ശേഷം ഞാൻ മീനിട്ട് കൊടുത്തത് കേട്ടോ. ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒന്ന് അടച്ച് മൂടിടാം ഒരു 20 മിനിറ്റോളം. അപ്പോൾ നമ്മളെ കറി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വറ്റി മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കൂടുതൽ തീയിലിടരുത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തന്നെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മീനൊക്കെ ഒന്നും ആയിട്ടില്ല, പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എൻ്റെ കറിക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കറി നന്നായിട്ട് തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുമന്നുള്ളി ഇല്ലേ നമ്മുടെ, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ തന്നെ മൂത്ത് വരട്ടെ കേട്ടോ. നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ചുമന്നുള്ളി ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ മീൻകറി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.